ലളിതമായ സത്യം പറഞ്ഞുകൊണ്ടായിരുന്നു ആ മഹാന്റെ ഉത്ബോധനങ്ങളെല്ലാം. ജനങ്ങൾ തീക്കുണ്ടമൊരുക്കിയപ്പോഴും ആ തീക്കുണ്ടത്തെ ഭേദിക്കുവാൻ മഹാനുഭാവന് സാധിച്ചു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ അറുക്കാനുള്ള കൽപ്പനയുണ്ടായപ്പോൾ അതുപോലും ആ മഹാനുഭാവൻ നിർവഹിക്കാൻ തയ്യാറായി, ബലി കഴിക്കാൻ സന്നദ്ധനായി. ലോകത്തിന് മുഴുവനും അറിയേണ്ടുന്നൊരു ചരിത്രമുണ്ട്, എന്താണ് ബലി നൽകുന്ന സന്ദേശമെന്ന്. തൻ്റെ ഇഷ്ടങ്ങളല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മനുഷ്യരൊക്കെ ഇന്ന് സ്വാർത്ഥന്മാരാണ്. അവരവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകുകയും സഹജീവികളോടോ മറ്റുള്ളവരോടോ കരുണ പോലും കാണിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ബലി നൽകുന്നൊരു സന്ദേശം നമ്മൾ അറിയണം. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം, സർവ്വലോകത്തിൻ്റെ നാഥനായ പ്രപഞ്ചനാഥൻ്റെ ഇഷ്ടമെന്ന്, ആ ഇഷ്ടങ്ങൾക്കാണ് വില കൽപ്പിക്കേണ്ടത് എന്നും ആ നാഥൻ എന്ത് കൽപ്പിച്ചാലും ഒരടിമ എന്ന നിലക്ക്, വിനീതനായ ദാസൻ എന്ന നിലക്ക് മനുഷ്യനതെല്ലാം ത്യജിക്കാൻ ഏറ്റവും ആദരവോടെ വിനയത്തോടെ തയ്യാറാവണമെന്നുമുള്ള മെസ്സേജാണ് ബലി നമുക്ക് നൽകുന്നത്. ലോകത്ത് മുഴുവനും സമാധാനം പുലരണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഇസ്ലാം ഇന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സായുധ പോരാട്ടത്തിലൂടെ ഇസ്ലാം വളർത്താൻ ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൻ്റെ കൃത്യമായ അധ്യാപനം തന്നെ മതത്തിൽ ബലാത്കാരത്തിൻ്റെ പ്രശ്നമേ ഇല്ല എന്നാണ്. സത്യം സത്യമായി ആളുകൾക്കിടയിൽ സമാധാനാന്തരീക്ഷത്തിൽ പറയാൻ സാധിക്കണം. അത് കേട്ട് ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അവിശ്വസിക്കുന്നവർ അവിശ്വസിക്കട്ടെ. ആരെയും നിർബന്ധിച്ച് തൻ്റെ ആദർശത്തിലേക്ക് കൊണ്ടുവരണം. തൻ്റെ ആദർശം മാത്രമാണ് സത്യമെന്ന് നമുക്ക് പറയാം. പക്ഷേ തൻ്റെ ആദർശം മാത്രമാണ് സത്യം എന്ന് പറയുന്നതോടൊപ്പം താൻ ഉൾക്കൊള്ളുന്ന ക്ഷണിക്കുന്ന ആദർശത്തിലേക്ക് മടങ്ങിയിട്ടില്ലാത്തവരെയൊക്കെ ഞാൻ കൊന്നുകളയുമെന്നോ നശിപ്പിക്കുമെന്നോ അവരെ വിടില്ല എന്നോ ഒരിക്കലും ഒരു മുസ്ലിം പറയുകയില്ല. അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ലോകം തന്നെ അങ്ങനെയാണ്. ആ രൂപത്തിൽ അവരവരുടെ ആദർശങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ, എന്നാൽ താൻ താമസിക്കുന്ന ചുറ്റുപാടുകളിലുള്ള സഹജീവികളോട് സ്നേഹവും സൗഹാർദ്ദവുമൊക്കെ ഇസ്ലാം അനുവദിക്കുന്ന അളവിൽ നിലനിർത്തിക്കൊണ്ട് ലോകത്ത് ശാന്തിയും സമാധാനവും കളിയാടണം എന്ന ഏറ്റവും വലിയ മെസ്സേജ് തന്നെയാണ് ഈ ബലിപെരുന്നാൾ നൽകുന്നത്. എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അർപ്പണബോധത്തിൻ്റെയും സഹനത്തിൻ്റെയും ഈദാശംസകൾ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.